മലയാളികളും മണി പ്ലാന്റും ഒരുപോലെയാണ്. ഏതു സാഹചര്യത്തിലും വളരും. എൻ്റെ റൂമിൻ്റെ മുന്നിൽ ഒരു ജനലാണ് ഞാൻ മണി പ്ലാന്റിന്, ഒരു ചെടിച്ചട്ടിയിലുള്ള മണി പ്ലാന്റിന് വളരാനായിട്ട് അവസരമൊരുക്കിയത്. അവിടെ തിങ്ങി വളർന്നിട്ട് അടുത്തുള്ള മതിൽ പോലും അത് വളർന്നു നിൽക്കുക പടർന്നിരിക്കുകയാണ്. മലയാളികളും ഇങ്ങനെ തന്നെയാണ്. ഏത് സാഹചര്യത്തിലും വളരുകയും തളിർക്കുകയും ചെയ്യും. ഇത് കമ്പിച്ചെടിയാണ്. 2 ചെടിച്ചട്ടികളുണ്ട്. ഇതിൻ്റെ ബാക്കിലാണ് ഈ മണി പ്ലാന്റിൻ്റെ ചെടിച്ചട്ടി ഉള്ളത്. ഇത് പ്ലാവാണ്. ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. ഒരെണ്ണത്തിനെ ഞാൻ മണ്ണിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ 2 തൈ കൂടിയുണ്ട്. മറ്റൊരു മണി പ്ലാന്റ്. ഇത് പനയാണ്. പന ചെടിച്ചട്ടിയിലാണ് ഇതിനെ വളർത്തുന്നത്. എങ്ങനെ വളരുമെന്ന് നമുക്ക് നോക്കാം. ഇത് മൈസൂർ ചീര. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നാട്ടിൽ നിന്ന് ഒരാൾ കൊണ്ടുതന്നതാണ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഹീറോ. ഇത് നമ്മളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നനകിഴങ്ങിൻ്റെ വള്ളിയാണ് പടർന്നു കയറിയിരിക്കുന്നത്. 2 വർഷമായിട്ട് ഞാൻ ചെടിച്ചട്ടിയിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. അത്ര വലിപ്പമില്ലാത്ത കിഴങ്ങുകൾ ലഭിക്കാറുണ്ട്. കമ്പിച്ചെടി. ഇത് ഇവിടുത്തെ ഒരു സ്മാർട്ട് ചെടിയാണ്. പേരറിയില്ല. പിന്നെ ചീര ചെടിച്ചട്ടിയിൽ നട്ടു വളർത്തിയിട്ടുണ്ട്. ആവശ്യത്തിന് ഇലയൊക്കെ എടുത്തു കഴിയുമ്പോൾ ഞാനത് കട്ട് ചെയ്യും. അധികം വളരാൻ സമ്മതിക്കാറില്ല. ഓരോ എത്ത് വളർന്നു വരും. ആവശ്യത്തിന് ഇല കിട്ടും. അതിനുശേഷം അത് മുറിക്കും. ഇത് നമ്മളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെട്ടിച്ചേമ്പാണ്. അതും ചെടിച്ചട്ടിയിൽ തന്നെയാണ് നട്ടിരിക്കുന്നത്. കറ്റാർവാഴ കുറച്ച് മൂടുകളൊക്കെ എനിക്കുണ്ട്. എണ്ണ കാച്ചാനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. മണി പ്ലാന്റ് ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ തുളസി. ചെടിച്ചട്ടിയിൽ മനോഹരമാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. മണി പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാൻ. സായമിൻസ അത് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരാൾ കൊണ്ട് തന്നതാണ്. ഇല ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, പറിച്ചിട്ടുമില്ല. വളരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കാന്താരിയാണ്. 7 അടി ഉയരത്തിൽ കാന്താരി വളർന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ അതിൽ ഒരു പ്രാവശ്യം 2 പൂവുണ്ടായി. 2 കാന്താരി ഉണ്ടായി. ബ്രൗൺ കളറുള്ള കാന്താരിയാണ്. പൂക്കുന്നില്ല. പൂക്കാനുള്ള എന്തെങ്കിലും വിദ്യ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും. വളരെ ഹൈറ്റിൽ വളർന്നിട്ടുണ്ട്. അത് ഒരു ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ചെടിച്ചട്ടിയിലാണ്. മാവാണ്. മാവിങ്ങനെ വളർന്നു നിൽക്കുന്നു. ഒരല്പം തണലിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ചെടിച്ചട്ടിയിൽ വളരുന്ന ആലാണ്. ആൽമരം. ഇടയ്ക്ക് ഞാനൊന്ന് മുറിച്ചു കൊടുത്തിരുന്നു. ഇല്ലെങ്കിൽ നേരെ മുകളിപ്പോയിരുന്നു. ചട്ടിയിലായതുകൊണ്ട് നമുക്ക് അത്രയും മുകളിലേക്ക് വിടാൻ പറ്റൂല. ഇതാണ് ഈ വീട്ടിലെ പഴയ ആള്. ചെമ്പരത്തിയാണ്. ഒരു മരം പോലെ വളർന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ 25-30 പൂക്കളുണ്ടാവും. വളരെ ഭംഗിയായിരിക്കും രാവിലെ വന്ന് നമ്മൾ ചെമ്പരത്തിയിൽ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്നത് കാണാൻ. ഇത് ഞാൻ വെട്ടിയതാണ്. ചെടിച്ചട്ടിയിൽ വളർന്നിരുന്ന മണി പ്ലാന്റ് ആണ്. ഭിത്തിയിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ താഴെ നിന്ന് വെട്ടിയതാണ്. പക്ഷെ ആ ഭിത്തിയിലുള്ള വേരിൽ ഇറങ്ങിയതിൻ്റെ പേരിൽ മാത്രം ഇത് 3 മാസമായിട്ടുണ്ടാവും. ഭിത്തിയിൽ നിന്ന് ഉള്ള ഇത് ശേഖരിച്ച് അതിങ്ങനെ വളരുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും ഭിത്തിയിലേക്ക്. രണ്ട് ദിവസത്തിലൊരിക്കൽ വെള്ളം ഒഴിക്കും. ഒരു 15 ദിവസം ആകുമ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ ഇത് കോവയ്ക്ക. കോവലാണ്. കോവലിൻ്റെ തണ്ട് കനത്തിട്ടുണ്ട്. അതിനൊരു
ഞാൻ അയയായിട്ട് ഉപയോഗിച്ചിരുന്ന ഭാഗത്ത് ഒരു തട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പടർന്നിട്ടുണ്ട്. കായ്ക്കേണ്ട സമയമായി വരുന്നതേ ഉള്ളൂ. കുറച്ച് സ്ഥലമേ ഉള്ളൂ പുറത്ത്, റൂമിന് വെളിയിൽ. അത്രയും സ്ഥലത്ത് പറ്റുന്ന ഇത് കടലാസ് റോസ പൂക്കളായി വരുന്നുണ്ട്. 2 കളറിലുള്ളതുണ്ട്. ഇതൊരു കളറുണ്ട്, പിന്നെ ഒരു മഞ്ഞ, ലൈറ്റ് മഞ്ഞ കളറിലുള്ള ഒരെണ്ണമുണ്ട് അപ്പുറത്ത്. ഇത് നല്ല ഉഷാറാണ്, നല്ല ഹൈറ്റിലൊക്കെ വളരും. പിന്നെ ഒരു വെറ്റിലുണ്ട്. ഇത് വെറ്റിലേക്ക് വേണ്ടി ഒരു ബക്കറ്റാണ് കൊടുത്തേക്കുന്നത്. അതും ആ കോവല് വളർന്നു നിൽക്കുന്ന തട്ടിൽ തന്നെയാണ് വളർന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കറ്റാർവാഴ തന്നെയാണ്. ഞാൻ റൂമിൻ്റെ അകത്ത് വെച്ചിരുന്നതാണ്. ഇപ്പം 3 മാസത്തോളം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കാം. അതാണ് ഒരു കളർ വ്യത്യാസം പ്രത്യേക തരത്തിൽ. ഇത് എൻ്റെ ചെടികളിലെ പുതിയ ആളാണ്. ആളുഷാറാണ്. നിത്യവും ദിവസവും കുറച്ച് സമയം ഞാൻ ഇവരോടൊപ്പം ചെലവഴിക്കാറുണ്ട്. ഇത് പൂ വന്ന ഒരു കടലാസ് റോസയാണ്. നന്നായിട്ട് വളരുന്നുണ്ട്. അത് ഇല ധാരാളമുണ്ട്. ഇവിടെ ഒരു അമ്മ ഒന്ന് പറിച്ചിട്ട് പോവാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പൂന്തോട്ടത്തിലെ കാഴ്ചകൾ. പ്രിയപ്പെട്ടവരായി നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തണം. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നന്ദി. നമസ്തേ. വണക്കം.